പണ്ഡിതരെ, ചരിത്ര പുസ്തകത്താളുകൾ ചിതലി തിന്നുന്ന നവകാലത്ത് ജീവനുള്ള ചരിത്രങ്ങളെ കാതുകൾക്ക് സമ്മാനിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയായി ഞാൻ കാണുന്നു. സാഹിത്യ സർഗ പേമാരിക്കിടയിൽ ചില മൊഴിമുത്തുകൾ നിങ്ങളിലെത്തിക്കാൻ ഉദവി തന്ന അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അതാ അങ്ങകലെ മക്കയിൽ പരിശുദ്ധ കഅബയുടെ മുറ്റത്ത് പുന്നാര നബി നിസ്കരിക്കുകയാണ്. അധർമ്മത്തിൻ്റെ മുൾവേലികൾക്കിടയിൽ സ്നേഹത്തിൻ്റെയും പുഞ്ചിരിയുടെയും ധർമ്മത്തിൻ്റെയും സൽവാക്കുകളുമായി മുത്തുനബി അവരെയെല്ലാം അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിച്ചതാണ് അവർക്ക് പിടിക്കാത്തത്. നാളിതുവരെ ആരാധിച്ചു പോന്ന ദൈവങ്ങളെ പിരിയുന്നത് അവർക്ക് സമൂഹത്തിനിടയിലുണ്ടാകുന്ന മാനവും വിലയും പോകുമോ എന്ന ഭയമായിരുന്നു അവരെ പ്രതികാരദാഹികളാക്കി മാറ്റിയത്. ചുറ്റുപാടും ഒരവസരത്തിനായി തക്കം പാർത്ത് നിൽക്കുന്ന ഖുറൈശികൾ മുഹമ്മദിനെ ജനമധ്യത്തിലിട്ട് വഷളാക്കുവാൻ ഇത് തന്നെയാണ് മികച്ച സമയം. അവരുടെ ചർച്ചയ്ക്ക് ചടുലത കൂടി. കഅബയുടെ സമീപത്ത് കുറച്ചു മാറി ഉഖ്ബത്ത്, ഷൈബത്ത്, ഉമയ്യത്ത്, അബൂജഹൽ തുടങ്ങിയവർ മുത്തുനബിയെയും നോക്കി നിൽക്കുകയാണ്. മുഹമ്മദ് ആരാധനയിലാണ്. ഇപ്പോൾ വേണമെങ്കിൽ എന്തും ചെയ്യാം. അതാ കുറച്ചപ്പുറത്ത് ഒരൊട്ടകത്തിൻ്റെ കുടൽമാല കിടപ്പുണ്ട്. അതിൽ നിന്നു ദുർഗന്ധം വമിക്കുന്നു. നല്ല ഭാരവും കിട്ടും. മുഹമ്മദ് സുജൂദിലായിരിക്കുമ്പോൾ മുഹമ്മദിൻ്റെ തലയിലേക്ക് ആരാണ് ഈ കുടൽമാല ഇടുക? അബൂജഹൽ ചോദിച്ചു. അനങ്ങാൻ കഴിയാത്ത മുഹമ്മദിനെ കണ്ട് നമുക്ക് പരിഹസിച്ച് ചിരിക്കാം. അപ്പോൾ തന്നെ ഉഖ്ബത്ത് ഉടൻ ചാടി എഴുന്നേറ്റു. ഞാൻ ചെയ്യാം, മറ്റാരും എന്നെ സഹായിക്കണ്ട, ഞാൻ ഒറ്റക്ക് ചെയ്യാം. അങ്ങനെ ഉഖ്ബത്ത് കുടൽമാല വലിച്ചു കൊണ്ടുവന്നു. കഅബയുടെ സമീപത്തുണ്ടായിരുന്നവരുടെ നാസാകുഹരങ്ങളിലേക്ക് ദുർഗന്ധം അടിച്ചു കയറി. ജനങ്ങൾ മൂക്ക് പൊത്തി. എന്തൊരു ദുർഗന്ധം! എവിടെ നിന്നാണിത്? ജനങ്ങൾ തിരിഞ്ഞും മറിഞ്ഞു നോക്കിയപ്പോൾ ഉഖ്ബത്ത് പ്രവാചകരുടെ സമീപത്താണ്. സുജൂദിലുള്ള ഹബീബിയുടെ കഴുത്തിലേക്ക് കുടൽമാല ഇട്ടു. തല അനക്കാനാവുന്നില്ല. അതിൽ നിന്നുള്ള ചീഞ്ഞളിഞ്ഞ ദ്രാവകം കഴുത്തിലൂടെ പടരുന്നുണ്ട്. വല്ലാത്ത ഭാരവും. അപ്പോഴും മുത്തുനബി നിസ്സഹായതയോടെ സുജൂദിൽ തന്നെയാണ്. ചുറ്റുപാടും പൊട്ടിച്ചിരികളും അട്ടഹാസങ്ങളും. സഹായത്തിനായി ഒരു മനുഷ്യനെ പോലും അവിടെ കാണുന്നില്ല. ആരോ കുടലിൽ പിടിച്ചു വലിക്കുന്നുണ്ട്. ആരാണത്? മുത്തുനബി നിറഞ്ഞ കണ്ണുകളോടെ ആ കുരുന്ന കൈകളെ കണ്ടു. തൻ്റെ കരളിൻ്റെ കഷ്ണം ഫാത്തിമ, പൊന്നുമോൾക്കത് എടുത്തു മാറ്റാൻ സാധിക്കുമോ? കഅബയുടെ സമീപത്ത് പറന്നിരുന്ന പറവകൾ ഈറനന്ന കണ്ണുകളോടെ നിസ്സഹായതയോടെ നോക്കി നിന്നു. ഒരു നിമിഷം ഞാൻ ഒന്ന് കടലിൽ വീണിരുന്നുവെങ്കിലെന്ന് പകലോനം ചിന്തിച്ചു. തൻ്റെ മാറത്ത് വെച്ച് പുന്നാര നബി പരിഹാസ്യനായി മാറിയത് ഭൂമിക്ക് സഹിച്ചില്ല. ആകാശ ലോകത്തെല്ലാവരും മൂകതയിലാണ്. പതിയെ ഫാത്തിമ ബീവി കുടൽമാല വലിച്ചു നിലത്തിട്ടു. ആശ്വാസത്തോടെ പ്രിയ ഹബീബി തല ഉയർത്തി. ബീവി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി. ഖുറൈശികളോട് ഉറച്ച ശബ്ദത്തിലമറി ശക്തമായ താക്കീത് നൽകി. കണ്ണിൽ നിന്നും പ്രതികാര അഗ്നിയായി കണ്ണുനീർ രൂപാന്തരപ്പെട്ടു. അവരപ്പോഴും ചിരിയിലാണ്. 4 ആളുടെ മുന്നിൽ വെച്ച് അൽ അമീനെ മാനം കെടുത്തിയ സന്തോഷത്തിലാണവർ. മുത്തുനബി അള്ളാഹുലേക്ക് കരമുയർത്തി. നാഥാ, ഇവരെ ഞാൻ നിന്നിൽ ഏൽപ്പിക്കുന്നു. പ്രിയ ഹബീബിൻ്റെ പ്രാർത്ഥന നാഥാൻ കേൾക്കാതിരിക്കുമോ? ഇല്ല. ബദറിൻ്റെ രണഭൂമിയിൽ ഇവരെല്ലാം കാലപ്പുരി തൊട്ടു. പ്രിയരെ, ഇത്രയൊക്കെ ത്യാഗങ്ങൾ സഹിച്ചാണ് മുത്തുനബി പരിശുദ്ധ ദീൻ നമ്മിലേക്ക് പകർന്നത്. നാം അതിൻ്റെ ധ്വജവാഹകരാണ്. എല്ലാം മുറിയുന്ന വേദനകളിലും അവർ സഹിച്ച ത്യാഗങ്ങൾ, സഹനങ്ങൾ നമ്മുടെ ഓർമ്മകളെ തട്ടി ഉണർത്തട്ടെ. ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. UP വിഭാഗത്തിൻ്റെ കഥ പറയൽ.